ഹിന്ദു മതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത, അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു ദിവ്യ സംഭാഷണം, ഒരു യുദ്ധഭൂമിയിൽ നടന്ന ഒരു സംസാരം. ഇത്രയും വർഷങ്ങളായിട്ടും നമ്മളെല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ഡെയിലി ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്ന കുറേ ലെസൺസാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഭഗവത്ഗീതയിൽ ശരിക്കും എന്താണ് എന്ന് ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ ഗ്രന്ഥം ഒരു യുദ്ധത്തിനെ പറ്റി മാത്രമല്ല പറയുന്നത്. ഒരു യുദ്ധം സംഭവിക്കുന്ന സമയത്ത് ഒരു ആളുടെ മനസ്സിലുള്ള കാര്യങ്ങളും, ഒരു നല്ല ഗുരു ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ യുദ്ധം ചെയ്യുന്ന ആൾക്ക് വരുന്ന ഇഷ്യൂസും വരുന്ന ഒരു കൺഫ്യൂഷൻസൊക്കെ ഏത് രീതിയിൽ ക്ലിയർ ആവും, എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു മെസ്സേജാണുള്ളത്. അപ്പം ഭഗവത്ഗീതയിൽ ഹിഡൻ ആയിട്ടുള്ള 3 പാഠങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പാഠമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു വ്യക്തത. അപ്പം സ്വന്തം ഫാമിലി, സ്വന്തം കുടുംബത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കൺഫ്യൂഷൻ സിറ്റുവേഷനിലാണ് അർജുനൻ ഇപ്പം യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. അപ്പം കൃഷ്ണൻ അർജുനൻ്റെ ധർമ്മത്തിനെ പറ്റി ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ നമ്മളതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. അത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യണമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. കർമ്മണ്യേ വാദികാരസ്തേ മ ഫലേഷു കഥാചന മ കർമാഫലഹേതുർഭൂർ മത സങ്കോസ്തു അകർമ്മണി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അധികാരമുണ്ട്, നമുക്ക് കൺട്രോളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഫലങ്ങൾ, അതിൽ നമുക്കൊരു അധികാരവും ഇല്ല. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം, ഒരു ടഫായിട്ടുള്ള കരിയർ ചോയ്സ് അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ഒരു ടെൻഷനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ സക്സസ് കിട്ടുമോ, ഇത് ശരിയാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പം കൃഷ്ണൻ പറയുന്നത്, നമ്മൾ ഒരു കാര്യം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായ ഉടനെ അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഫൈനൽ റിസൾട്ടിനെ പറ്റി ആലോചിക്കാണ്ട് നമ്മളത് നമ്മുടെ മാക്സിമം നമ്മുടെ ബെസ്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം ഒരു നാച്ചുറലി ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ, ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് സക്സസ് എന്തായാലും കിട്ടും. അത് എന്താ പറയുക, നാച്ചുറലായിട്ട് വരും. അപ്പം അതിലൊരു ഡൗട്ടും വേണ്ട. രണ്ടാമത്തെ പാഠമാണ് സ്വയം അച്ചടക്കത്തിൻ്റെ കല, അതായത് ആർട്ട് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മളെല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങളുണ്ട്, അല്ലേ? ചിലർക്ക് ഫിറ്റ്നസ് കാര്യങ്ങളായിരിക്കും, ചിലർക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിരിക്കും, ചില ആൾക്കാർക്ക് കുറേ കാശ് ഉണ്ടാക്കണം എന്നായിരിക്കും, ചിലർക്ക് ജോലിയിൽ സക്സസ് വേണമെന്നായിരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡിസിപ്ലിൻ, നമുക്കൊരു അച്ചടക്കം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. നമുക്ക് ഒരു എപ്പോഴും ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിരിക്കും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു അൺകൺട്രോൾ ആയിട്ടുള്ളൊരു മനസ്സിന് എപ്പോഴും നാശത്തിലേക്കായിരിക്കും. പക്ഷേ ഒരു കൺട്രോൾ, ഒരു അച്ചടക്കമുള്ള ഒരു മനസ്സാണെങ്കിൽ അയാൾക്ക് എപ്പോഴും ഒരു സക്സസ് ആയിരിക്കും, വിജയമായിരിക്കും. എന്ത് ചെയ്താലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും, അത് സക്സസ്ഫുൾ ആവും. അപ്പം ഉദ്ധാരേത് ആത്മാ ന ആത്മനാം അവസാദേയത്
ആത്മൈവ ഹൈ ആത്മനോ ബന്ധുർ ആത്മൈവ റിപുർ ആത്മന. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ബിക്കോസ് ഞാൻ ആക്ച്വൽ സംസ്കൃതമാണ് വായിക്കുന്നത്. അതായത് ഒരു വ്യക്തി സ്വന്തം മനസ്സിനെ സ്വയം ഉയർത്തണം. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു ഫ്രണ്ട്, അതായത് സുഹൃത്താണോ അതോ നമ്മുടെ ഒരു എനിമിയാണോ എന്ന്. എപ്പോഴെങ്കിലും നമുക്ക് രാവിലെ വേഗം എണീക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാണ്ടിരുന്നിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്? അതിപ്പോൾ നമ്മൾ എത്ര നേരത്തെ കിടന്നാൽ പോലും നമുക്ക് ചിലപ്പം എണീക്കാൻ ഒരു ഇഷ്യൂ ആയിരിക്കും. നമുക്ക് കൊണ്ട് പറ്റുന്നില്ല എന്ന് നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സ് ചിന്തിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാണ്ട് നമ്മൾ വേണം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ സക്സസ്, നമ്മുടെ വിജയത്തിന് ഉള്ളൊരു താക്കോല്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം നമ്മുടെ മനസ്സ് ഒരു നേർവഴി, നല്ല ഡയറക്ഷനിൽ കൊണ്ടുവരുന്നത് അത് നമ്മുടെയും കൂടി കഴിവാണ്, അല്ലേ? മൂന്നാമത്തെ പാഠാണ് സന്തോഷത്തിലേക്കുള്ളൊരു വഴി, ട്രൂ പാത്ത്. അപ്പം മിക്ക ആൾക്കാരും പണം, പ്രശസ്തി, പിന്നെ വിജയം, ഇതൊക്കെയാണ് ട്രൂ സന്തോഷം അല്ലെങ്കിൽ ട്രൂ ഹാപ്പിനെസ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എത്ര കിട്ടിയാലാണ് നമ്മൾ ശരിക്കും സന്തോഷിക്കുന്നത്? ഇതൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അല്ലേ? മെറ്റീരിയലിസ്റ്റിക് ഗോളാണ്. പക്ഷേ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ പൂർണ്ണമായി സന്തോഷിക്കണമെങ്കിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കണമെന്ന്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ കാര്യം ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കം ഇല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം സിൻസിയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനൊരു ശ്ലോകമുണ്ട്, തസ്മാത് അസക്ത സതാതാം കാര്യം കർമ്മ സമാചാര അസക്തോ ഹി ആചാരാൻ കർമ്മ പരം ആപ്നോതി പുരുഷം. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സംസ്കൃതമാണ് വായിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും നമുക്ക് ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി നമ്മൾ ആലോചിക്കാണ്ട് നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ കാര്യം ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ശരിക്കുള്ള സന്തോഷം. അപ്പം നമ്മളത് ചെയ്യുമ്പം നമ്മുടെ മനസ്സ് തന്നെത്താൻ സാറ്റിസ്ഫൈഡ് ആവും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്താലാണ് ഒരു വ്യക്തി പൂർണ്ണമായി പരമാത്മാവിനെ പ്രാപിക്കുന്നതെന്ന്, ആസ് ഇൻ ദ ഡിവൈൻ പാത്ത് എത്തുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെസൺസ്. ഭഗവത്ഗീത ശരിക്ക് ഇത്രയും പഴയ ഗ്രന്ഥമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് മാനുവലായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളൊരു ജോലിക്ക് പോകുന്ന പ്രൊഫഷണൽ ആണെങ്കിലും, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, ഒരു പേരൻ്റ് ആണെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബുക്കിൽ ഓരോ ലെസൺസ് ഉണ്ട്. അപ്പം ശരിക്കും നമ്മളിതൊക്കെ നമ്മളൊരു ബുക്ക് ഷോപ്പിൽ പോകുമ്പം ബെസ്റ്റ് സെല്ലർ, ഒരു ലൈഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്ക് ഒക്കെ നമ്മൾ വായിക്കില്ലേ, വാങ്ങിച്ച് നമ്മൾ വായിക്കും. ബിക്കോസ് അത് ഇൻസ്റ്റൻറ്റ് നമുക്ക് ടിപ്സ് തരുന്ന ഒരു ബുക്ക് ആയ കാരണം. പക്ഷേ ഈ ഒരു ഗ്രന്ഥം ഇത്രയും വർഷമായിട്ട് നമ്മളെല്ലാവരുടെയും അടുത്തുണ്ട്. അപ്പം ഈ ബുക്ക് വായിക്കാൻ വേണ്ടി ഒരാൾ ഹിന്ദു മതത്തിലെ ഫോളോവർ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ ബുക്ക് വായിക്കാം. ശരിക്കും സംസ്കൃതത്തിലാണ് ഈ ബുക്കുള്ള, മലയാളം വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് മലയാളത്തിൽ വായിക്കാം. അതല്ല, ശ്ലോകം വായിച്ചില്ലെങ്കിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഹിന്ദി ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വായിച്ച്
പെട്ടെന്ന് മനസ്സിലാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. അപ്പം എല്ലാവരും എന്തായാലും ഇത് വായിക്കാൻ ട്രൈ ചെയ്യണം. ഭയങ്കര നല്ല ബുക്കാണ്. ഞാൻ ഈ ബുക്ക് ഫസ്റ്റ് ടൈം വായിച്ചത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും പറയുമായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ ഭഗവാന്റെ ബുക്സൊക്കെ വായിക്കണം, വായിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ചെറിയ മിനി വേർഷൻ ഞാൻ വായിച്ചായിരുന്നു. അപ്പം ആ സമയത്തായിരുന്നു എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പം ശരിക്കും മനസ്സിലാവുന്നത്. അതിനു മുന്നേ ഇടയ്ക്ക് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ശരിക്കും ബുക്കിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് കമൻസിൽ പറയാൻ മറക്കരുത്. താങ്ക് യു.